ആലപ്പുഴയിൽ ഒരു കർഷകൻ കൂടി ജീവനൊടുക്കി. ചേർത്തല ചാവശ്ശേരി സ്വദേശി ഗണേശാണ് മരിച്ചത്. കുടലൂരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജി, വിശദാംശങ്ങൾ. സൗമ്യ, വിദ്യാഭ്യാസ വായ്പയും കാർഷിക വായ്പയും എടുത്തതിന് ശേഷം ജപ്തി നടപടിയിലേക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചേർത്തലയിൽ അതിൽ മനംനൊന്ത ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കാർഷിക വായ്പ പഞ്ചാബ് നാഷണൽ പഞ്ചാബ് ബാങ്കിൽ നിന്നും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വായ്പ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നാണ് ഇദ്ദേഹം എടുത്തിരുന്നത്. ഈ രണ്ട് തുകയും എടുത്തിരുന്നതിന്റെ പലിശ അടക്കമുള്ള തുക തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ജപ്തി നടപടിയുമായിട്ട് ബാങ്ക് മുൻപോട്ട് വന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 1 മണിയോടുകൂടി തൂങ്ങി മരിച്ച നിലയിൽ നാട്ടുകാരും മറ്റുള്ളത്. ഭാര്യയും 2 മക്കളുമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കിട്ടിയത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. സീറ്റ് വിഭജനം സംബന്ധിച്ച് CPIM വിവിധ ഘടകകക്ഷികളായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയായി. സീറ്റ് വിഭജനത്തിൽ ധാരണയായിരിക്കുന്നു. വിവരങ്ങളുമായി ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, ഏതൊക്കെ സീറ്റുകൾ, ഏതൊക്കെ പാർട്ടികൾ, എങ്ങനെയാണ് വിവരങ്ങൾ? LDF-ൽ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ വിവിധ ഘടകകക്ഷികളുമായി CPM ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയിലാണ് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. തീരുമാനം അനുസരിച്ച് CPIM 92 സീറ്റുകളിലാണ് മത്സരിക്കുക. ഘടകകക്ഷികൾ 42 സീറ്റുകളിലും മത്സരിക്കും. CPI 27 സീറ്റിൽ മത്സരിക്കും. ജനതാദൾ എസ് 5 സീറ്റുകളിലാണ് മത്സരിക്കുക. തിരുവല്ല, ചിറ്റൂർ, കോവളം, അങ്കമാലി, വടകര എന്നീ സീറ്റുകളിലാണ് ജനതാദൾ എസ് മത്സരിക്കുക. ചിറ്റൂരാണ് ഇത്തവണ ജനതാദൾ എസ് പകരമായി മാറിയെടുത്ത ഒരു സീറ്റ്. NCP 4 സീറ്റുകളിൽ മത്സരിക്കും. കുട്ടനാട്, പാല, എലത്തൂർ, കോട്ടക്കൽ എന്നീ 4 സീറ്റുകൾ. കഴിഞ്ഞ തവണയും ഇവർ അതേ സീറ്റുകളിൽ തന്നെയാണ് NCP മത്സരിച്ചിരുന്നത്. DKC ജനാധിപത്യ കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജ് വിഭാഗം 4 സീറ്റുകളിൽ മത്സരിക്കും. ഇടുക്കി, ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, തിരുവനന്തപുരം എന്നീ 4 മണ്ഡലങ്ങളിലായിരിക്കും ഇവർ മത്സരിക്കുക. CMP 1 സീറ്റിലാണ് മത്സരിക്കുക. ചവറ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. INL 3 സീറ്റുകളിൽ മത്സരിക്കും. കാസർഗോഡ്, കോഴിക്കോട് സൗത്ത്, വള്ളിക്കുന്ന് എന്നീ 3 സീറ്റുകളിലാണ് ഇവർ മത്സരിക്കുക. അതോടൊപ്പം തന്നെ കോൺഗ്രസ് എസ് 1 സീറ്റിൽ കണ്ണൂരിലായിരിക്കും ഇവർ മത്സരിക്കുക. കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗം 1 സീറ്റിൽ മത്സരിക്കും. മിക്കവാറും കടുത്തുരുത്തിയിലാവാനാണ് സാധ്യത. കേരള കോൺഗ്രസ് B പത്തനാപുരത്ത് മത്സരിക്കും. RSPL 1 സീറ്റിൽ മത്സരിക്കും. കുന്നത്തൂരാണ് ഇവർ മത്സരിക്കുന്ന സീറ്റ്. PC ജോർജ് നേരത്തെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. PC ജോർജ് LDF-ൽ ഉണ്ടാവും. PC ജോർജിന് പൂഞ്ഞാർ സീറ്റാവും നൽകുക എന്ന ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ JSSനും സീറ്റ് ഇല്ല എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും LDF-ൻ്റെ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 4:30 LDF കൺവീനർ വൈക്കം വിശ്വൻ വാർത്താസമ്മേളനം വിളിക്കുന്നുണ്ട്. അതിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. എന്തായാലും UDF-ൻ്റെ സീറ്റ് വിഭജനം ദില്ലിയിലേക്ക് മാറിയ ഘട്ടത്തിലാണ്. LDF സീറ്റ് വിഭജനം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ഘട്ടം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും ഉണ്ടാകും. അത് അധികം താമസിയാതെ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള പാർട്ടികൾ നേതൃയോഗങ്ങൾ ചേർന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊള്ളും. ഏതാണ്ട് മുഴുവൻ സീറ്റുകൾ സംബന്ധിച്ചും CPM-ൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള തീരുമാനം ഏകദേശം കൈക്കൊണ്ടിട്ടുണ്ട്. നാളെ CPI സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ നാളെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമ തീരുമാനം CPI-യും കൈക്കൊള്ളും. ബാക്കിയുള്ള പാർട്ടികളെ സംബന്ധിച്ച് ഏകദേശ ധാരണ ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് LDF-നെ സംബന്ധിച്ചിടത്തോളം സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഏകദേശം മുഴുവൻ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള തീരുമാനവും ആയിക്കഴിഞ്ഞിരിക്കുന്നു. സൗമ്യ, കുട്ടനാട്, പൂഞ്ഞാർ സീറ്റുകൾ കേരള കോൺഗ്രസിന്റെ ചങ്കും കരളുമെന്ന് KM മാണി. 2 സീറ്റും കോൺഗ്രസിന് കൊടുക്കുന്ന പ്രശ്നമില്ലെന്നും KM മാണി. 1 സീറ്റ് കൂടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും മാണി. 3 സീറ്റുകൾ എന്ന മുൻ തീരുമാനത്തിൽ നിന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗം അയഞ്ഞു. എന്നാൽ നിലവിൽ മത്സരിക്കുന്ന 15 സീറ്റുകൾക്കൊപ്പം 1 സീറ്റ് അധികമായി വേണമെന്ന് ശക്തമായി ആവശ്യപ്പെടാനായിരുന്നു മാണി ഗ്രൂപ്പിന്റെ തീരുമാനം. പെരുമ്പാവൂർ, പുനലൂർ, റാന്നി ഇവയിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. എന്നാൽ കോൺഗ്രസ് നേതൃത്വം കൈമലത്തിയതോടെ ചർച്ച വഴിമുട്ടി. ഇതിനുശേഷം മന്ത്രി PJ ജോസഫിന്റെ വീട്ടിൽ കേരള കോൺഗ്രസിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. യോഗത്തിനു ശേഷം പുറത്തെത്തിയ KM മാണി കോൺഗ്രസിന്റെ നിലപാടിൽ ക്ഷുഭിതനായിരുന്നു. ഞങ്ങൾ തയ്യാറാക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ കോൺഗ്രസിന്റെ സീറ്റുകളും അങ്ങനെ ഞങ്ങൾ വെക്കും. ഞങ്ങളുടേന്ന് വെച്ചാൽ ഞങ്ങളും വെക്കും. അങ്ങനെ അത്രയുള്ള കാര്യമുള്ളൂ. ആ സാഹചര്യത്തിൽ ഞങ്ങൾ മത്സരിച്ച സീറ്റിലേക്ക് അതിക്രമിച്ച് കയറി അങ്ങനെ ചോദിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കോൺഗ്രസ് അങ്ങനെ പറയുകയുമില്ല. കേരള കോൺഗ്രസിനെ ചങ്കും കരളും എടുത്തു തരണം എന്ന് പറഞ്ഞവരും കൊടുക്കുമോ? ഇല്ല, പറയട്ടെ.
ഞാൻ പറയുന്നതുകൊണ്ട് എഴുതുക. ജേക്കബ് വിഭാഗവുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയെങ്കിലും ചർച്ച അലസി പിരിഞ്ഞു. ദില്ലിയിൽ നിന്നും നേതാക്കൾ മടങ്ങിയെത്തിയ ശേഷം ജേക്കബ് വിഭാഗവുമായും ചർച്ച നടത്തും. ഇരവൂരം സീറ്റിന് പകരം കുന്ദമംഗലമോ തവനൂരോ വേണമെന്നതാണ് ലീഗിൻ്റെ നിലപാട്. കോൺഗ്രസും ഘടകകക്ഷികളും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ചർച്ചകൾ പൂർണ്ണമായും വഴിമുട്ടിയിരിക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ ദില്ലിയിലേക്ക് തിരിച്ചതോടെ ഇനി ചർച്ചകൾക്ക് ഇന്ദ്രപ്രസ്ഥമാവും വേദിയാവുക. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനായി നേതാക്കൾ ദില്ലിയിൽ. വിവരങ്ങളുമായി സന്തോഷ് സാലിംഗ് ചേർന്നുണ്ട്. വിവരങ്ങൾ സന്തോഷ്. സൗമ്യ, അല്പസമയം മുമ്പാണ് സ്ഥാനാർത്ഥി പട്ടികയുടെ ചർച്ചയ്ക്കായി കോൺഗ്രസ് അധ്യക്ഷൻ VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയവർ ഡൽഹിയിലെത്തിയത്. ഇപ്പോൾ കേരള ഹൗസിലുണ്ട്. അല്പസമയത്തിനകം മല്ലികാർജ്ജുന ഖാർഗെയെ കാണാനായി പോകും. മല്ലികാർജ്ജുന ഖാർഗെയാണ് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളായ ആര്യാടൻ മുഹമ്മദ്, K മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷ്, രമേശ് ചെന്നിത്തല തുടങ്ങിയവരും ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇതിൽ ആര്യാടൻ മുഹമ്മദ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കേരള ഹൗസിലെ മുറിയിലെത്തി ചർച്ചകൾ നടത്തുകയാണ്. 82 പേരുടെ പാനലാണ് തയ്യാറാക്കേണ്ടത്. പക്ഷേ 82 മണ്ഡലങ്ങളിലും 3-ൽ കൂടുതൽ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ തർക്കത്തിനും കാരണമായിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് ഇത് ഒറ്റ പേരുകളാക്കുക എന്നതാണ് പ്രതിസന്ധി. അതിനുശേഷം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് അയക്കും. തെരഞ്ഞെടുപ്പ് സമിതി അന്തിമ അംഗീകാരം നൽകണം. ഏപ്രിൽ 1-നാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുക. ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി 2 ദിവസം ചേരും. അതിനുശേഷം ഏപ്രിൽ 1-ന് തെരഞ്ഞെടുപ്പ് സമിതി. അങ്ങനെ ഒരാഴ്ചയോളം നീണ്ട ചർച്ചകൾക്കായിരിക്കും ഡൽഹി വേദിയാവുക. അതിനുശേഷം ഡൽഹിയിൽ വെച്ച് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. VM സുധീരൻ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. സൗമ്യ. സലിംഗ്, ഒരു ഭാഗത്ത് നമുക്കറിയാം കേരളത്തിൽ വലിയൊരു തർക്കത്തിന് ശേഷമാണ് ഇവർ ദില്ലിയിലെത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സുധീരന്റെ നിലപാടുകളിൽ പരസ്യമായ വലിയ തർക്കങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പ്രതിഫലിക്കുമോ ചർച്ചയിൽ? സന്തോഷിന്റെ ടെലിഫോൺ ലൈൻ കട്ടായതാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനായി നേതാക്കൾ ദില്ലിയിൽ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഗ്രൂപ്പ് വിഷയം വലിയ തർക്കമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി ചർച്ചകൾ വളരെ നിർണായകം ആകും. ഈ വിഷയത്തിലൊക്കെ തന്നെയും ഇത്തരം തർക്കങ്ങളിലൊക്കെ തന്നെയും തെരഞ്ഞെടുപ്പിന് ശേഷം ഇടപെട്ടാൽ മതി എന്നൊരു നിലപാടിൽ AICC നിൽക്കുന്ന സാഹചര്യത്തിൽ, ഹൈക്കമാൻഡ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒക്കെ ഈ കാര്യങ്ങളിലൊക്കെ എന്ത് തീരുമാനമാകും ഉണ്ടാകുക എന്ന് വ്യക്തമല്ല. റിപ്പർ മോഡൽ കൊലപാതക കേസുകളിലെ പ്രതി അറസ്റ്റിൽ. 9 പേരെ കൊന്ന തേവര സ്വദേശി കുഞ്ഞുമോൻ എന്ന സേവ്യറാണ് എറണാകുളം നോർത്ത് ടൗൺ പോലീസിന്റെ പിടിയിലായത്. 2007 മുതൽ ഈ മാസം 9 വരെ നടന്ന 9 കൊലപാതക കേസുകളിലെ പ്രതിയാണ് പിടിയിലായത്. ഈ മാസം ആദ്യം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ച് ഉണ്ണി എന്ന യുവാവിനെ രാത്രി കല്ലുകൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണത്തിനിടയിലാണ് പ്രതി വലയിലായത്. രാത്രി സെക്കൻഡ് ഷോ സിനിമയ്ക്ക് കയറാറുള്ള കുഞ്ഞുമോൻ സിനിമ പൂർത്തിയാകും മുമ്പേ പുറത്തിറങ്ങി കടത്തിണ്ണകളിലും മറ്റും ഉറങ്ങുന്നവരിൽ നിന്ന് മോഷണം നടത്തും. നിലവിളിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നവരെ തന്ത്രപൂർവ്വം ഭാരം കൂടിയ കല്ലുപയോഗിച്ച് കൊലപ്പെടുത്തുകയാണ് പതിവ്. ശാസ്ത്രീയമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞതെന്ന് DCP ഡോക്ടർ അരുൾ RB കൃഷ്ണ പറഞ്ഞു. വളരെ ടഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആള്. ബ്രേക്ക് ചെയ്യാനായിട്ട് പാടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സൈക്കോളജിസ്റ്റുകളുടെ കൂടി സഹായത്തോടു കൂടിയാണ് നമ്മൾ ആളെ കുറച്ചും കൂടെ ഈ കാര്യങ്ങൾ പറയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ കൂടെ സഹായം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 9 കേസ് ഒറ്റയടിക്ക് നമുക്കിപ്പോൾ തന്നെ ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ അന്യ ജില്ലകളിൽ കൂടി ഉള്ള സാധ്യത നമ്മൾ ഡിറ്റക്ഷൻ ആകുമെന്നുള്ള സാധ്യതയും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. സമ്പന്നരെ കൊലപ്പെടുത്തിയാൽ കുടുങ്ങുമെന്ന് ധാരണയുള്ളതിനാലാണ് ആക്രിക്കച്ചവടക്കാരെയും മറ്റും ലക്ഷ്യമിട്ടിരുന്നത് എന്ന് പ്രതി കുറ്റസമ്മതം നടത്തി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെങ്കിലും പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് നടന്നിട്ടുള്ള സമാന കേസുകൾ അന്വേഷിച്ചു വരികയാണെന്നും പ്രതിക്കെതിരെ കൂടുതൽ കേസുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.